ഹേ ഗൈസ്, നമുക്കിന്ന് ഹോം ടൂർ കണ്ടാലോ? ഇതാണ് എൻ്റെ വീട്. ഞാൻ ജനിച്ചു വളർന്ന വീടല്ല. ഞാൻ ജനിച്ചു വളർന്ന വീട് ഇടിച്ച് പൊളിച്ചിട്ടാണ് ഈ വീട് വെച്ചത്. ഇത് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ വെച്ച വീടാണ്. ഇത് ഞങ്ങളുടെ ഫ്രണ്ട് വെച്ചാണ്. ഇവിടെ ഞവരയൊക്കെ ഉണ്ട്, പിന്നെ കറിയപ്പല, കറ്റാർ വാഴ എല്ലാം ഉണ്ട്. ഇത് വീടിൻ്റെ സൈഡാണ്. ഇത് പണ്ട് ഞങ്ങളുടെ എഴുത്തിലായിരുന്നു. പണ്ട് ഞങ്ങൾക്ക് കുറേ ആടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആടൊന്നുമില്ല. ഇപ്പോൾ നമ്മളത് വിറവ് വരെയായിട്ട് ഉപയോഗിക്കുന്നു. ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ല, ഇവിടെ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പൈപ്പിൽ വെള്ളം വരുമ്പോൾ എല്ലാ പാത്രത്തിലൊക്കെ വെള്ളം പിടിച്ച് വയ്ക്കും. ഇത് ഞങ്ങളുടെ ഒരു ചെറിയ കൃഷിത്തോട്ടമാണ്. അച്ഛനും അമ്മയും കൂടെയൊക്കെ നട്ട് വളർത്തുന്ന കൃഷിത്തോട്ടം. ഇത് വാളരിങ്ങയാണ് കേട്ടോ. പിന്നെ ഇത് ആ വള്ളി പടർന്നിരിക്കുന്നത് വാളരിങ്ങയാണ്. പിന്നെ തക്കാളിയുണ്ട്, ഉണ്ടമുളകുണ്ട്, പിന്നെ മുകളിൽ വേറെ അല്ലാതെ കുറേ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് വീട്ടിലോട്ട് പോകാം. ഇതാണ് ഞങ്ങളുടെ സിറ്റ് ഔട്ട്. ഈ സിറ്റ് ഔട്ടിൽ കിടക്കുന്ന ബെഞ്ച് ഉണ്ട്. ഈ ബെഞ്ചിനൊക്കെ കുറേ വർഷത്തെ, ഞാനൊക്കെ ജനിക്കും മുന്നേ ഉള്ള ബെഞ്ചുകളാണ്. അതൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കും. പിന്നെ ഇത് ഞങ്ങളുടെ ഫ്രിഡ്ജാണ്. പിന്നെ ആദ്യമേ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, എനിക്ക് വീഡിയോ എങ്ങനെ എടുക്കണമെന്ന് അറിഞ്ഞൂടാ. ഇതിൻ്റെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണല്ലോ ഈ ഹോം ടൂർ. വീഡിയോ ഒക്കെ നന്നായി എടുക്കാൻ പഠിച്ചതിന് ശേഷം ഞാൻ വേറെ ഹോം ടൂർ ചെയ്യാൻ കേട്ടോ. ഇത് ഞങ്ങളുടെ ഒരു മുറിയാണ്. ഇത് ഇവിടെയാണ് അച്ഛനും അമ്മയും കിടക്കുന്നത്. ഇത് അമ്മയുടെ മെഷീനാണ്. എൻ്റെ അമ്മ തയ്ക്കും കേട്ടോ അത്യാവശ്യം. പിന്നെ ഇത് ഞങ്ങളുടെ ടി വിയാണ്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ മേടിച്ച ടി വിയാണിത്. പിന്നെ നമുക്ക് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മുറി. ഇതിലാണ് ഞാനും തിങ്കളും വന്നാൽ കിടക്കുന്നത്. ഇത് പക്ഷെ നമ്മൾ കിടക്കുന്ന ഈ ബെഡിലാണ് കേട്ടോ. ഇത് ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് മേടിച്ച ബെഡാണ്. പക്ഷെ ഇതിൽ കിടക്കാനാണ് ഭയങ്കര കംഫർട്ട്. കൂടെ ഈ ഫാനും കൂടെ കൊണ്ടുകൊണ്ട് നല്ല കാറ്റൊക്കെ കിട്ടും. അണ്ണനും ഞാനും അവിടെ തന്നെയാണ് കിടക്കുന്നത്. ഇത് ഞങ്ങളുടെ കിച്ചണാണ്. ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മ ഉച്ചക്കത്തേക്ക് എന്തൊക്കെ അരിയുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വക്കത്തെ വീട്ടിലാണെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വക്കത്തെ വീട്ടിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അത് വേറെ കാര്യം. അവിടെ നമുക്ക് വെള്ളമുണ്ട്, മോട്ടറിട്ടാൽ വെള്ളം വരും, കിണറുണ്ട്, പിന്നെ നമുക്ക് സ്വന്തമായിട്ട് റൂമുണ്ട്, പ്രൈവസി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ വീടെന്ന് പറയുന്നത് അതെപ്പോഴും നമുക്കൊരു പ്രത്യേക ഇഷ്ടമാണല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്.